നമ്മൾ സ്ഥിരമായിട്ട് ഭയങ്കര ദുഃഖത്തിലായിരിക്കും, നമുക്ക് എപ്പോഴും സാഡ്നെസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ലോ മൂഡായിരിക്കും, ഒട്ടും എനർജി ഇല്ലാതെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ, ഒട്ടും എനർജി ഉണ്ടായിരിക്കില്ല, എപ്പോഴും വിഷമമായിരിക്കും. ഇതാണ് അതിന്റെ ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്. അതായത് 1-2 ദിവസമല്ല, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇതുപോലെ തന്നെയായിരിക്കും, ഭയങ്കര വിഷമത്തിലും ലോ മൂഡിലായിരിക്കും. ഇനി അതിന്റെ രണ്ടാമത്തെ സൈൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഉറക്കമായിരിക്കും, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഉറക്കം, ഏത് സമയവും ഉറക്കം വരിക. ഇനി ചില ആളുകളിൽ ഇങ്ങനെ അല്ലായിരിക്കും, ഉറക്കമേ ഉണ്ടാവില്ല, രാത്രി പോലും അവർക്ക് മര്യാദക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഉറക്കം സംബന്ധിച്ചിട്ടുള്ള കാര്യം, ചിലര് ഭയങ്കരമായിട്ട് ഉറങ്ങലായിരിക്കും, ഉറക്കം കൂടുതലായിരിക്കും, ചിലർക്കാണെങ്കിൽ ഒട്ടും ഉറക്കം ഉണ്ടായിരിക്കില്ല. മൂന്നാമത്തെ സൈൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ വീട്ടമ്മമാരാണെങ്കിൽ കുക്കിംഗ്, ചില ആളുകൾ പാട്ട് പാടുന്നവരുണ്ടായിരിക്കും, ചിലപ്പോൾ ഡാൻസ് കളിക്കുന്നവരുണ്ടായിരിക്കും, ചിലപ്പോൾ വർക്കിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ആളുകളോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും, TV കാണാൻ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആയിരിക്കും, മ്യൂസിക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. അതായത് എല്ലാ ദിവസവും നമ്മൾ വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഒട്ടും താല്പര്യമില്ലായ്മ, ഒന്നിനോടൊരു താല്പര്യമില്ലായ്മ, പ്രത്യേകിച്ച് നമ്മൾ എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഇൻട്രസ്റ്റും തോന്നാതെ ഇരിക്കുക. അടുത്തൊരു സൈൻ എന്താന്ന് വെച്ചാൽ വെറുതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ചിലരാണെങ്കിൽ ഒട്ടും ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതും ചിലപ്പോൾ ഒട്ടും ഭക്ഷണത്തിനോടൊരു താല്പര്യമില്ലാതെ വരുന്നതും ഒക്കെ ഇതിന്റെ സിംറ്റംസ് ആണ്. അടുത്ത സൈൻ എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നാം. നമ്മൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ക്ഷീണം ഉണ്ടായിരിക്കില്ല. ഇത് നമ്മളൊന്നും ചെയ്യുന്നില്ല, ഒരുപാട് റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ ക്ഷീണം മാറില്ല. അതാണ് അതിന്റെ അടുത്തൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പ്രതീക്ഷയേ ഇല്ലായിരിക്കും, നമ്മൾ നമ്മളെ തന്നെ വാല്യൂ ചെയ്യുന്നുണ്ടായിരിക്കില്ല, നമ്മളോട് ഒരു വില ഉണ്ടായിരിക്കില്ല, ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിതം എന്ന് പറയില്ലേ, ഹോപ്പില്ല, ഹോപ്പ്ലെസ്നെസ്, നമുക്കൊരു പ്രതീക്ഷയില്ലാത്തൊരു ജീവിതം, നമ്മളെ തന്നെ ഒരു വർത്തില്ല, വാല്യൂ ചെയ്യുന്നില്ലാത്തൊരു അവസ്ഥയിലോട്ട്, നമ്മളൊന്നിനും കൊള്ളില്ല, നമ്മൾ ഭയങ്കര മോശമാണ്, നമ്മളുടെ ഉള്ളിൽ ഭയങ്കര ഗിൽറ്റ് ഫീലിംഗ്, നമ്മൾ എന്തൊക്കെയോ തെറ്റ് ചെയ്തു, നമ്മൾ ഭയങ്കര മോശക്കാരിയായി, ഇനി എന്താണ്, ഇനി ജീവിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, അങ്ങനത്തേക്ക് ഒരു തോന്നലുണ്ടല്ലോ, എവിടെ നിന്ന് തുടങ്ങും, അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു ഫീൽ ചെയ്യില്ലേ, അങ്ങനത്തെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തോന്നുന്നതൊക്കെ ഇതിന്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാം. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിത്തത്തിൽ ഫോക്കസ്, അതായത് ഒന്നിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, വേണോ വേണ്ടേ, അത് ചെയ്യണോ ചെയ്യണ്ടയോ, നമുക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഭയങ്കരമായിട്ട് ഒരു സ്ലോ ഡൗൺ ആയിരിക്കും ജീവിതം, ഒന്നും ചെയ്യാനായിട്ട് ഒരു സ്പീഡ് ഉണ്ടായിരിക്കില്ല, എന്തൊക്കെ ചെയ്താലും കാര്യങ്ങളൊന്നും നടക്കില്ല, ഒരു മന്ദത എന്നൊക്കെ പറയില്ലേ, എല്ലാം ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നത് പോലെയൊക്കെ തോന്നും. അപ്പൊ അവര് പറയാറുള്ളതാണ്, ബ്ലേഡൊക്കെ എടുത്തിട്ട് കയ്യിലൊക്കെ വെറുതെ ഇങ്ങനെ വരയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കിട്ടിയാൽ അതെടുത്ത് കുത്തും, നമ്മളെ തന്നെ ഉപദ്രവിക്കുക, അതായത് നമുക്ക് നമ്മളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരും.